ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ഔട്ട്ഡോറിലുള്ളൊരു പടുതാക്കുളം ക്ലീനൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനാക്കുന്ന വീഡിയോ ഒക്കെ തൊട്ട് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലീനാക്കി അതിൽ പുതിയ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി നമ്മളൊരു 3-4 ദിവസം മുമ്പ് വെച്ചിട്ടുള്ള ആ പടുതാക്കുളത്തിലേക്ക് നമ്മളിന്നിപ്പോൾ ക്രേഫിഷിനെ ഇറക്കാനുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇപ്രാവശ്യം സ്റ്റോക്കായിട്ടുള്ള കുട്ടികളെ നമ്മൾ മുകളിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഓറഞ്ചും വൈറ്റും കുട്ടികളെയാണ് നമ്മളിപ്പോൾ അതിലേക്ക് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ടാങ്കുകളിൽ നമ്മൾ ക്രൈഫിഷുകളെ ആണ് ബൾക്കായിട്ട് ചെയ്തായിരുന്നത്. അപ്പോൾ നമ്മളൊരു പടുതാക്കുളത്തിലേക്കൊക്കെ ആദ്യമായിട്ടാണ് കുട്ടികളെ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. നമ്മൾ ഏകദേശം ഒരു 10-400 പീസാണ് നമ്മൾ പ്രാവശ്യം ഈ ഒരു പടുതാക്കുളത്തിലേക്ക് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ തടിയപ്പനും അതുപോലെ തന്നെ നീയക്കൊച്ചൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെ ഇറങ്ങിയാലും അവർ കൂടെ ഉണ്ടാവാറുണ്ട്. ഇനി പൊന്നനും കൂടി വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ വലയൊന്നും മാറ്റുന്നില്ല. വലയുടെ മുകളിലൂടെ തന്നെയാണ് ക്രൈഫിഷുകൾ ഇട്ട് കൊടുക്കുന്നത്. അവർ ഡെഡായി പോകാനുള്ള സാധ്യതകളൊന്നുമില്ല. കാരണം ആ വലയുടെ ഗ്യാപ്പിൽ കൂടി അവർ താഴേക്ക് പൊക്കോളും, ചെറിയ കുട്ടികളായതിൻ്റെ പേരിൽ. അപ്പോൾ പൊന്നനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 ആളും കൂടിയാണ് ഈ പറഞ്ഞ പോലെ ക്രൈഫിഷുകളെ ഇറക്കി കൊടുക്കുന്നത്. നല്ല ജാതി മരത്തിൻ്റെ അടിയിലൊക്കെ ആയതിന് പിന്നെ നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇലകൾ കൂടുതൽ കൊഴിയുന്ന ഒരു മരമാണ് ഈ ജാതി മരം. അപ്പോൾ അതുകൊണ്ടാണ് ആ വലയൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊന്നൻ എവിടെയോ പോയിട്ടുണ്ട്. തടിയപ്പനും നീയൊക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഈ അവസാനത്തെ ക്രൈഫിഷുകളെ നമ്മൾ ആ വെള്ളത്തെ പാടെ തന്നെ ടാങ്കിലേക്ക് ഇടുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കുകളുണ്ട്, ഔട്ട്ഡോർ ടാങ്കുകളുണ്ട്. അപ്പോൾ അതിലും നമ്മളൊരു 4 കള്ളി ഒഴിവാക്കി ക്ലീനൊക്കെ ആക്കി വെള്ളമൊക്കെ നിറച്ച് 3-4 ദിവസം മുമ്പ് തന്നെ നിർത്തിയിട്ടുണ്ട്. അതിലുള്ളതിനെ നമ്മൾ പിടിച്ച് സെയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്കുകളിലേക്ക് കുട്ടികളെ ഇറക്കി കൊടുക്കണം. അപ്പോൾ ഈ കാണുന്ന ഒരു 5-8 ടാങ്കുകളുണ്ട് നമുക്ക് പുറത്ത്. അപ്പോൾ അതിലുള്ള കുട്ടികളെയാണ് ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിലൊരു 4 ഷെല്ല് നമ്മൾ കാലിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഓറഞ്ചും വൈറ്റിൻ്റെയും കുട്ടികളെയാണ് നമ്മൾ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ ഈ ടാങ്കുകളിൽ ഞാൻ തീറ്റയൊക്കെ കൊടുക്കാനായിട്ട് ആ സെൻറ്ററിലുള്ള ആ പട്ടികേമ, ആ പലകേമ കൂടിയാണ് നമ്മൾ നടന്ന് എല്ലാ കള്ളികളിലും തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കള്ളിയിലും എണ്ണി ഇടുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഒരു കള്ളിയിൽ നമ്മളൊരു 50 പീസോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്കുകളിൽ നിന്നെല്ലാം പിടിച്ച ക്രൈഫിഷുകളാണ് ഈ കാണുന്നത്. നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കി നിർത്തിയിരിക്കുന്ന ക്രൈഫിഷുകൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുട്ടികളെ ഇറക്കി കൊടുത്തിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വലിയ സൈസ് ആക്കിയിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. ഈ ഒരു 2 ഇഞ്ച് സൈസിലാണ് നമ്മളിവിടുന്ന് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ നമുക്ക് ഈ സൈസിലായി കിട്ടാറുമുണ്ട്. അപ്പോൾ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ കുട്ടികളെ കിട്ടുകയും ചെയ്യും ഈ ഔട്ട്ഡോർ ടാങ്കുകളിൽ ഇട്ട് കഴിഞ്ഞാൽ. അതുപോലെ കളർ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കുട്ടികളെ ഇറക്കി കൊടുത്ത് അവരെ തിരിച്ച് പിടിച്ച് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടൊക്കെ റെഡിയായിട്ട് നിർത്തിയിട്ടുള്ള പല ബാച്ചുകളിലുള്ള കുട്ടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രൈഫിഷിനെ വളർത്തുന്ന ഒരു ചെറിയൊരു ഫാമിൽ. അങ്ങനെ നമ്മൾ ആ കുട്ടികളെയൊക്കെ പാക്ക് ചെയ്ത് വിടുന്നത് ഇതുപോലെയാണ്. ഓരോ സിംഗിൾ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വിടുന്നത്. അത് ഡബിൾ പാക്ക് ആയിരിക്കും. അപ്പോൾ ക്രൈഫിഷിൽ ഹോൾസെയിലായിട്ടും അതുപോലെ തന്നെ റീറ്റെയിലൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് മറക്കരുത് കേട്ടോ.